ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തുവാണ് ഇത്ര താമസം? ഓ എടാ സോറി കേറ്. മുത്തശ്ശി ചായ. അഭി ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവനെ വിളിക്കാൻ വന്ന ഏതോ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. മക്കൾ എവിടെങ്കിലും പോയാ വിവരങ്ങൾ അറിയാതെ വീട്ടിലിരിക്കുന്ന ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഓ അതെനിക്ക് പ്രായമായി, ഞാനൊരു അച്ഛനാകുമ്പോൾ മനസ്സിലാവുന്ന പറയാനാണോ അച്ഛൻ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ ക്രിഞ്ച് ഡയലോഗാണ് അച്ഛൻ. എനിക്കിത്രയും പ്രായമില്ല, അതുകൊണ്ട് എൻ്റെ പ്രായത്തിലുള്ള വ്ളോഗ് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വേൾഡ് ടൂർ അടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അതും ഈ ചൈക്ലോസ് ആയിട്ട്. നിന്നേ ഇനി വന്നേ. അതൊക്കെ ശരിയാ, പക്ഷെ നീ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ, അപ്പോ ഞങ്ങൾ നീ വരുമെന്ന് പ്രതീക്ഷിക്കില്ലേ? പോരാത്തന് മുത്തശ്ശി എന്തോ അരുതാത്ത സ്വപ്നം കണ്ടു. ഓ ഒരു പണിയില്ലാതെ വെറുതെ കിടന്ന് ഉറങ്ങി അങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളെ കാണും. അതിന് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ വഴക്ക് പറഞ്ഞതല്ല. എന്നാലും സാരമില്ല, വെറുതെ ഉപദേശിക്കരുത്, ഭയങ്കര ശോകമാണ്. എല്ലാവർക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ഫ്രഷ് ആയിക്കോട്ടെ. ഇവന്റെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. എന്റെ അഭി ഇങ്ങനെയല്ല. ഹലോ ഹലോ പൃഥ്വി, ഞാൻ പറഞ്ഞ ക്യാഷിന്റെ കാര്യം എന്തായി? അത് കിട്ടാൻ ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ നിന്നോടും ചെയ്യണോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ കാര്യം കഴിഞ്ഞോ? ഇതൊന്നും എന്റെ മാത്രം തെറ്റുകൾ കൊണ്ട് സംഭവിച്ചതല്ല. പിന്നെ എന്റെ തെറ്റാണോ? സ്പെഷ്യൽ പോലീസ് ടീമാണ് എല്ലാം ചെയ്യുന്നത്. അവർ നമ്മൾ കരുതിനേക്കാളും പവർഫുൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ആരാണെന്ന് എനിക്ക് കാണിച്ചതാ. ഒളിച്ചിരുന്ന് നിയമം നടത്തുന്നവരെ പുറത്തു കൊണ്ടുവാ. നീ നിനക്കതിന് സാധിച്ചാ ഈ ക്യാഷ് നീ എനിക്ക് തരണ്ട. ഞാൻ നോക്കാം. ചോയ്സ് നിന്റെയാണ്, ക്യാഷ് ഓർ ഇൻഫർമേഷൻ. അവർ ആരാണെന്ന് നീ വിചാരിച്ചാൽ കണ്ടുപിടിക്കാം. യൂസ് യുവർ ബ്രെയിൻ. നിന്റെ കയ്യിലൊരു ചാനലുണ്ട്, യൂസ് ഇറ്റ്. ആദ്യ ആ കേസ് ടെലികാസ്റ്റ് ആയി ചാനലിന് അത്രയും ഹൈപ്പ് കിട്ടിയപ്പോ മനസ്സാകെ ഒന്ന് ഡള്ളായതാ. ഈ പൂർണിമയ്ക്ക് വല്ലാത്ത ഭാഗ്യവും വലിയ വിജയങ്ങളും എന്തിനാ കൊടുക്കുന്നേന്ന് ഈശ്വരന്മാരോട് ഞാൻ ശരിക്കും ചോദിച്ചതാ. അതിനെന്താ, അവരപ്പൊ തന്നെ നിനക്ക് മറുപടി തന്നില്ലേ? വിജയങ്ങള് പരാജയങ്ങളാവാൻ അധികം സമയം വേണ്ടെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? സത്യം അത്. ആ പൂർണിമ ശരിക്കും തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലായി. നാട്ടുകാര് വന്ന് വീടിന് കല്ലെറിഞ്ഞ് തീയിട്ട് നമ്മളെയൊക്കെ കൊന്നുകളയാതിരുന്നത് ഭാഗ്യമാണെന്ന് കരുതിയാ മതി. അതെ, അതാ ഗൗതമേ അയാളുടെ ഫാൻസിനടുത്ത് സംയമനം പാലിക്കാൻ പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ചിലപ്പോ നീ പറഞ്ഞ പോലെയൊക്കെ ഇവിടെ സംഭവിച്ചാണ്. എന്നാലും എന്ത് ധൈര്യത്തിലാ ആൾക്കാരിങ്ങനെ മറ്റുള്ളവരെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? മനുഷ്യരൊക്കെ സ്വാർത്ഥരാണ്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ ആർക്കും എന്ത് ചെയ്യാൻ ഒരു മടിയുമില്ല. നമ്മള് അങ്ങനെ തന്നെയല്ലേ? നമ്മൾ അങ്ങനെയൊന്നും അല്ല. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം അതിന്റേതായ കാരണങ്ങളുണ്ട്. എല്ലാവർക്കും ന്യായീകരിക്കാൻ അവരവരുടേതായ കാരണങ്ങളുണ്ട്. ഇവിടെ അതല്ലല്ലോ അവസ്ഥ. നിങ്ങൾ പൂർണിമയുടെ ചെറിയച്ഛനാ, പക്ഷെ അത് വെറും പേരില് മാത്രമാണ്. ചാനലിലെ ഒരു സ്റ്റാഫിന്റെ വില പോലും നിങ്ങൾക്ക് അവള് തരുന്നുണ്ടോ? വീട്ടിലും അവളുടെ ഭരണം തന്നെയാ. എല്ലാം അവളുടെ ഇഷ്ടത്തിനല്ലേ നടക്കൂ. കൊള്ളാം. രണ്ടുപേരും മുറിക്കാത്ത കയറിയിരിക്കുവാണോ? കണ്ടല്ലോ, മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇവർക്ക് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം. അതെല്ലാം വിട്. ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ കയറി ചൊറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മനുഷ്യരല്ലേ, തെറ്റുകൾ ആർക്കും സംഭവിക്കും. അവരിത് അറിഞ്ഞോണ്ടൊന്നും അല്ലല്ലോ ചെയ്തത്. സത്യം അറിഞ്ഞപ്പോ തന്നെ പൂർണിമ ചെന്ന് മാപ്പ് പറഞ്ഞില്ലേ? വലിയ കാര്യമായി പോയി.
മണിക്കൂറുകളോളം ഒരു മനുഷ്യനെ ഏറി നിർത്തിയിട്ട് മാപ്പ് പറഞ്ഞ തീരുവോ? അല്ല, അവൾക്കത് കിട്ടണം. എന്തൊരു അഹങ്കാരമായിരുന്നു. എല്ലാം പൂർണിമ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ. ഇടുന്ന ഡ്രസ്സ് വരെ ഏതാന്ന് അവള് തീരുമാനിക്കും. അതൊന്ന് ചോദിച്ചേന് അച്ഛൻ വരെ എന്നെ തല്ലിയില്ലേ? അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാ അവൾക്കൊരു പണി കിട്ടണോന്ന്. സത്യം പറയാലോ, എനിക്കിപ്പോ സന്തോഷമായി. പുറത്തിറങ്ങുമ്പോ 4 തെറി കേൾക്കേണ്ടി വന്നാലും ഞാൻ അങ്ങ് സഹിക്കും. നിനക്കിത് എന്താ പല്ലവി? ഒരു പ്രശ്നം വരുമ്പോ അത് നമ്മളെ എല്ലാരെയും ബാധിക്കുമെന്ന് നിനക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇനി തലേ കയറാൻ വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ ഒരു കാരണം വീണ് കിട്ടിയല്ലോ, എനിക്കത് മതി. മോളെ എടീ പല്ലവി, പൂർണിമ അടുത്തുള്ള അവളുടെ ദേഷ്യം കണ്ട? കുയിലിന്റെ കുഞ്ഞിനെ കൂവാൻ പഠിപ്പിക്കണം. ഓ ഉം. ആ ഹലോ, ഞാൻ വരുന്നേ. അബി, നീ ഇതെവിടെ പോവാ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ. എന്നെ കൂട്ടാൻ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അതിന് ദേ, നിന്റെ ഈ രീതികൾ ശരിയല്ലെന്നും ഇത്തരം പരിപാടികൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ എന്താ ഈ വീടിന്റെ അകത്ത് വെറുതെ ഇരിക്കണോ? ഹെ, അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പങ്ങൾ കണ്ടു തുടങ്ങിയത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്? എന്റെ മുത്തശ്ശി, എനിക്ക് കുഴപ്പമില്ല. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. ഹലോ എടാ, ഞാൻ എന്താ വരുന്നത്? ദാ, അവിടെ നിക്ക്. അബി, എന്തുവാണ് ഇത്ര താമസം? ഓ എടാ, സോറി. മുത്തശ്ശി ചായ. അബി, ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവനെ വിളിക്കാൻ വന്ന ഏതോ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. അതെന്താ അവൻ അങ്ങനെ ചെയ്ത്? ആ, അവൻ കട്ടാക്കി മുത്തശ്ശി. അവനിതെന്താ പറ്റിയേ? ഇനി വരട്ടെ, നമുക്കൊന്നുകൂടെ സംസാരിക്കാം. പോയിട്ടെന്തായി? ഞങ്ങളെ കൊണ്ടാവുന്ന വഴിക്കല്ല അന്വേഷിച്ചു. അണ്ടർ കവർ പോലീസ് ടീമിനെ കുറിച്ച് ഒരറിവ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ പോലീസുകാർ നമ്മുടെ എല്ലാ ഡീലിംഗ്സിലും കയറി ഇടപെടാൻ തുടങ്ങിയ നമ്മളെങ്ങനെ ജീവിക്കും? അതുകൊണ്ടല്ലേ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, ആർക്കും അവരെ കുറിച്ച് ഒന്നും അറിയില്ല. അവരെ നേരിട്ട് കണ്ടിട്ടുള്ളത് ആ ലോറി ഡ്രൈവറാ. അവൻ മരിച്ചു പോവുകയും ചെയ്തു. ഹലോ, എന്തായി? അണ്ടർ കവർ പോലീസ് ടീമിന്റെ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ?